നമസ്കാരം. പ്രധാന വാർത്തകൾ. നോവുന്ന ഓർമ്മകളിൽ ഉറ്റവരുടെ സ്മരണ പുതുക്കി നാട്. കൂറാഞ്ചേരി മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായവരുടെ ഓർമ്മയ്ക്കായി നിലവിളക്കുകൾ തെളിയിച്ച് ഉറ്റവരെ അനുസ്മരിച്ചു. 2018 ഓഗസ്റ്റ് 16 ദുരന്തത്തിൽ കവർന്നെടുത്തത് 19 ജീവനുകൾ. ഉറ്റവരെ ഓർത്ത് പ്രണാമം അർപ്പിക്കാനെത്തിയത് ജനപ്രതിനിധികളടക്കം നിരവധി പേർ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിൽ നിന്നും ആരംഭിക്കണമെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ലഹരി പദാർത്ഥങ്ങളുടെ ഉറവിടം കണ്ടെത്താതെ മദ്യം വീട്ടിൽ എത്തിച്ചു നൽകാൻ തിടുക്കം കാട്ടുന്ന സർക്കാരിന്റെ നീക്കത്തിനെതിരെ പോരാട്ടം ശക്തമാക്കണമെന്നും എ തങ്കപ്പൻ. KPCC ആഹ്വാനപ്രകാരം ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യവുമായി മണ്ഡലം തലങ്ങളിൽ കുടുംബസംഗമങ്ങൾ സംഘടിപ്പിച്ച കോൺഗ്രസ്. ഓഗസ്റ്റ് 15 മുതൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് ആരംഭിച്ച അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യവുമായി പാലക്കാട്ട് അനുഭാവ സത്യാഗ്രഹം. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിരക്ഷയെങ്കിലും മനുഷ്യർക്ക് നൽകണമെന്ന് ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മുതലാംതോട് മണി. രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും ആവശ്യം. ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്ത് നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ചിങ്ങം 1 കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ നിന്ന് തുടക്കമാകും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ കോട്ടായി ചെമ്പൈ ഗ്രാമത്തിന് പുറമെ വിവിധ കേന്ദ്രങ്ങളിൽ. ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകാൻ ചെമ്പൈ ഗ്രാമം ഒരുങ്ങി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെ മരണപ്പെട്ടത് കൂനമുച്ചി സ്വദേശി ആന്റണി. അപകടത്തിൽപ്പെട്ട 4 പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ. കണയം വല്ലപ്പുഴ പാതയിൽ മണ്ണാരമ്പാറ കല്ലുരുട്ടി പ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു. ശനിയാഴ്ച രാവിലെ തീർത്ഥാടകരുടെ ബസ് കുടുങ്ങിക്കിടന്നത് 4.5 മണിക്കൂറോളം. 2 ദിവസം മുൻപ് ഭാരം കയറ്റിയ ലോറി കുടുങ്ങി കുടിവെള്ള പൈപ്പ് പൊട്ടി പ്രതിസന്ധിയിലായി. പാതയിലെ യാത്രാക്ലേശത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം ശക്തം. ചെറുതുരുത്തി പൈങ്കുളം പാതയിലെ ഇറിഗേഷൻ കനാൽ വഴി മേച്ചേരിക്കുന്നിലേക്ക് പോകുന്ന റോഡിന്റെ വശം ഇടിഞ്ഞതിനെ തുടർന്ന് ജനം ആശങ്കയിൽ. വാർത്തകൾ വിശദമായി. കോരിച്ചൊരിയുന്ന മഴയത്ത് നോവുന്ന ഓർമ്മകളിൽ ഉറ്റവരുടെ സ്മരണ പുതുക്കി നാട്. വടക്കാഞ്ചേരി കൂറാഞ്ചേരി മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായ 19 പേരുടെ ഓർമ്മയ്ക്കായി 19 നിലവിളക്കുകൾ തെളിയിച്ചാണ് ഉറ്റവരെ അനുസ്മരിച്ചത്. MLA മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. 2018 ഓഗസ്റ്റ് 16 അതിരാവിലെ ഉണ്ടായ ദുരന്തത്തിൽ 19 ജീവനുകളാണ് പൊലിഞ്ഞത്. കൂറാഞ്ചേരി ദുരിതമുണ്ടായി 7 കൊല്ലം പൂർത്തിയാകുമ്പോൾ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചു ഉറ്റവരുടെ സ്നേഹിതരും ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. ഓർമ്മയുടെ ഒത്തുചേരലിന്റെ ഭാഗമായി ദുരന്തത്തിലകപ്പെട്ടവരുടെ സ്മരണയ്ക്ക് മുന്നിൽ 19 നിലവിളക്കുകൾ തെളിയിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ MLA മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏത് ദുരന്തമുണ്ടാകുമ്പോഴും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മാതൃകയായി ഉയർത്തി കാണിക്കാവുന്ന ഒന്നാണ് കൂറാഞ്ചേരിയിലെ ദുരന്തമുഖത്തുണ്ടായ രക്ഷാപ്രവർത്തനങ്ങൾ എന്ന് നമുക്കറിയാം. ഒരു ചിന്തയും ഒരു ഭേദങ്ങളും നമ്മളെ ഭരിക്കാതെ മനുഷ്യൻ അവൻ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രവർത്തനമാണ് കൂറാഞ്ചേരിയിലെ. ഒരുപാട് ആളുകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതാണ്. ആ രക്ഷാപ്രവർത്തനത്തിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇടപെട്ടിട്ടുണ്ട്. ഏത് ദുരന്തത്തെയും അതിജീവിക്കാനും ദുഃഖത്തെ താങ്ങാനും സംരക്ഷണം ഒരുക്കാനും നമുക്ക് ഒരുമിച്ച് നിന്നാലാകും എന്നുള്ള സന്ദേശം കൂറാഞ്ചേരി നൽകുക. വടക്കാഞ്ചേരിയിലെ ബോയ്സ് സ്കൂളിലെ ക്യാമ്പുകൾ ആരംഭിച്ച് ആ ക്യാമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഓർത്തെടുക്കുന്നത്. പീതാംബരൻ കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. വരുമ്പോഴും അന്നത്തെ ഇവിടുത്തെ കൗൺസിലർ ജയന്തൻ യഥാർത്ഥത്തിൽ ഈ ഇനിയും ഉരുൾപൊട്ടലുണ്ടാകുന്നിടത്ത് പൊട്ടാനിടയുള്ളിടത്തേക്ക് ഓടിക്കയറുന്ന കാഴ്ചയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഒഴിവായി നേരത്തെ സൂചിപ്പിച്ച പോലെ ഭേദചിന്തകളുണ്ടായി. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി തുടങ്ങി ഒട്ടേറെ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് മേധാവികളും പ്രദേശവാസികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണമെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യവുമായി പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുത്തൂരിൽ നടത്തിയ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തങ്കപ്പൻ. KPCC നിർദ്ദേശപ്രകാരമാണ് മണ്ഡലങ്ങളിൽ കുടുംബസംഗമം നടത്തുന്നത്. ലഹരി ഉപയോഗം മൂലം പല കുടുംബബന്ധങ്ങളും ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനൊരു മാറ്റം വരണമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. ലഹരി പദാർത്ഥങ്ങളുടെ ഉറവിടം കണ്ടെത്താതെ മദ്യം വീട്ടിൽ എത്തിച്ചു നൽകാൻ തിടുക്കം കാട്ടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയും ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണമെന്നും എ തങ്കപ്പൻ അഭിപ്രായപ്പെട്ടു. KPCC നിർദ്ദേശാനുസരണം ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യവുമായി മണ്ഡലം തലങ്ങളിൽ കുടുംബസംഗമങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂർ പാർവതി ഹാളിലാണ് സംഗമം സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷനായി. രാഹുൽ മാങ്കുട്ടത്തിൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി PV രാജേഷ്, V രാമേന്ദ്രൻ, CV സതീഷ്, സുധാകരൻ പ്ലാക്കാട്ട്, ഹരിദാസ് മച്ചിങ്ങൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓഗസ്റ്റ് 15 മുതൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് ആരംഭിച്ചിട്ടുള്ള അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യവുമായി പാലക്കാട് അനുഭാവ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മുതലാന്തോട് മണി സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യജീവൻ സംരക്ഷണം നടപ്പിലാക്കണം. വന്യജീവി മനുഷ്യ സംഘർഷം അവസാനിപ്പിക്കുക. വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ജീവനോപാധിയായ കൃഷി നഷ്ടപ്പെട്ടിട്ടും ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന കർഷകരുടെയും പൊതുജനത്തിൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓഗസ്റ്റ് 15 മുതൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് ആരംഭിച്ചിട്ടുള്ള അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യവുമായാണ് പാലക്കാട്ട് അനുഭാവ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ജില്ലാ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിരക്ഷയെങ്കിലും മനുഷ്യർക്ക് നൽകണമെന്നും പാലക്കാട്ടെ കർഷകരും ഈ സമരത്തിന് ഒപ്പം പൂർണ്ണമായി ഉണ്ടാകുമെന്നും സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മുതലാത്തോട് മണി പറഞ്ഞു. വിളയോടി വേണുഗോപാൽ അധ്യക്ഷനായി. ഐക്യദാർഢ്യ സമിതി കൺവീനർ സന്തോഷ് മലമ്പുഴ, K മായാണ്ടി, C ഹരി, S അതിരഥൻ, K രാമകൃഷ്ണൻ, P ഗോപാലൻ, KR ഹിമേഷ്, K രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തുടങ്ങിവച്ചതും പിന്നീട് ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്ത് നടത്തി വരുന്നതുമായ ഗുരുവായൂർ ദേവസ്വം സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ചിങ്ങം 1 തുടക്കമാകും. കോട്ടായിലെ ചെമ്പൈ ഗ്രാമത്തിൽ നിന്ന് ആരംഭിക്കുന്ന പരിപാടി മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ലോഗോ പ്രകാശനം, ആദരിക്കൽ, അനുസ്മരണ പ്രഭാഷണം തുടങ്ങിയവ നടക്കും. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തുടങ്ങിവച്ചതും 1974 അദ്ദേഹത്തിൻ്റെ മരണശേഷം ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്ത് നടത്തിവരുന്നതുമായ ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന് 50 വർഷം പൂർത്തിയായി. സംഗീതോത്സവത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ചിങ്ങം 1 ഞായറാഴ്ച വൈകുന്നേരം ചെമ്പൈയുടെ തറവാട്ടു വീടായ കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ നിന്ന് തുടക്കമാവും. ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായിരിക്കും. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സുവർണ ജൂബിലി ലോഗോ ഏറ്റുവാങ്ങും. തപാൽ വകുപ്പ് പുറത്തിറക്കുന്ന ചെമ്പൈ സ്മാരക സ്റ്റാമ്പും കവറും K രാധാകൃഷ്ണൻ MP പ്രകാശനം ചെയ്യും. ചെമ്പൈ സംഗീതവും ജീവിതവും എന്ന പുസ്തകം PP സുമോദ MLA പ്രകാശനം നടത്തും. സുകുമാരി നരേന്ദ്രമേനോൻ, കുഴൽമന്ദൻ രാമകൃഷ്ണൻ, PN സുബ്ബുരാമൻ, വിമൽ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ആലങ്കോട് ലീലാകൃഷ്ണൻ ചെമ്പൈ അനുസ്മരണ പ്രഭാഷണം നടത്തും. ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകർ, പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് തളി ക്ഷേത്രം, തൃശൂർ സംഗീത നാടക അക്കാദമി, വൈക്കം മഹാദേവ ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീ വരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാൾ, ഗുരുവായൂർ എന്നീ കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ചെമ്പൈയുടെ പേരക്കുട്ടിയായ ചെമ്പൈ സുരേഷ് അറിയിച്ചു. കോട്ടായിൽ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയുടെ കച്ചേരിയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായ്. കണയം വല്ലപ്പുഴ റോഡിൽ മണ്ണാരംപാറ കല്ലുരുട്ടി പ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു. ശനിയാഴ്ച രാവിലെ തീർത്ഥാടകരുടെ ബസ് കുടുങ്ങിക്കിടന്നത് 4.5 മണിക്കൂറോളം. 2 ദിവസം മുൻപ് ഭാരം കയറ്റിയ ലോറി കുടുങ്ങിയ സംഭവമുണ്ടായിരുന്നു. പാതയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന യാത്രാക്ലേശം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഒരാഴ്ച മുമ്പാണ് ഭാരം കയറ്റി വന്ന ലോറി ഇതേ റോഡിൽ മണ്ണാരംപാറയിലെ കയറ്റം കയറാനാകാതെ കുടുങ്ങിക്കിടന്നിരുന്നത്. ഇന്നലെ രാത്രി 2 ലോറികളും ഇതേ കയറ്റത്തിൽ കുടുങ്ങിക്കിടന്നിരുന്നു. ഇതിന് പിന്നാലെ തമിഴ്നാട് സേലത്തിൽ നിന്നുമുള്ള 55ഓളം ഭക്തരുമായി തിരുനാവായ ക്ഷേത്രദർശനത്തിനായി പോകുകയായിരുന്ന ബസ്സാണ്
ശനിയാഴ്ച പുലർച്ചെ കല്ലുരുട്ടിൽ റോഡിൽ കുടുങ്ങിയത്. 4.5 മണിക്കൂറിൽ അധികം നേരം ബസ്സിലുണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന യാത്രക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ പെട്ടുപോയി. ഭാരവുമായി വന്നിരുന്ന 2 ലോറികൾ മണ്ണാരംപാറയിൽ കുടുങ്ങിക്കിടന്നതിനാൽ മുന്നോട്ടു പോകാനായില്ല. ഇതോടെ 1 കിലോമീറ്ററോളം ദൂരം ബസ്സിന് പുറകോട്ടേക്ക് ഇടിക്കേണ്ടി വന്നു. സമീപത്തുള്ള ഗ്രൗണ്ടിനോട് ചേർന്ന് ബസ് തിരിക്കാനുള്ള ശ്രമത്തിനിടെ റോഡരികിലെ പൈപ്പ് ചാലിൽ പിൻചക്രം പൂർണ്ണമായും താഴ്ന്ന് ഒരു ഭാഗം ചെരുകയാണ് ഉണ്ടായത്. മുന്നിൽ കുടുങ്ങിക്കിടന്നിരുന്ന 2 ലോറികളും ക്രെയിൻ ഉപയോഗിച്ച് രാവിലെ 8:30 വലിച്ചു കയറ്റിയ ശേഷമാണ് പിന്നീട് ബസ്സിന് മുന്നോട്ട് പോകാനായത്. വാരണാസിയിലെ റോഡ് അറ്റകുറ്റപ്പണി തുടർന്ന് ഉയരമേറിയതും ഭാരമേറിയതുമായ വാഹനങ്ങൾ ഈ വഴി പോകുന്നതും റോഡിൽ കുടുങ്ങുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം ലോറി കുടുങ്ങിയ പ്രദേശത്തെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാത്തതിനാൽ പ്രദേശത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. വാർഡ് കൗൺസിലർ സിനി മനോജ് സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്ത് ഇപ്പോൾ ഈ ഒരു കാഴ്ച പതിവാണ്. നിരവധി വാഹനങ്ങളാണ് ഇവിടെ വന്ന് കുടുങ്ങിപ്പോകുന്നത്. വല്ലപ്പുഴ വഴി പട്ടാമ്പിക്ക് ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ പട്ടാമ്പി റോഡ് റിപ്പയർ തുടങ്ങിയതിന് ശേഷം 1 മാസത്തിലധികമായി ഇതിൽ കൂടെ വണ്ടികൾ പോകുന്നു. അവിടെ ബ്ലോക്കായ ഉടനെ വണ്ടികൾ തിരിച്ചു വിടുകയാണ് പതിവ്. പക്ഷേ അവിടെ ആലഞ്ചോട്ടിൽ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൂടെ വലിയ കയറ്റങ്ങളും ഇല്ലാത്തവർക്ക് ഭാരമുള്ള വണ്ടികളൊക്കെ സുഖമായിട്ട് കയറി പോകും. എന്നാൽ ആലഞ്ചോട്ടിൽ യാതൊരു അവിടെ ഒരു പോലീസുകാരെ നിർത്താതെ കുളപ്പുള്ളിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് തിരിച്ചു വിടുമ്പോൾ എല്ലാ വണ്ടികളും നമുക്ക് ലാഭം നോക്കി കണയം വല്ലപ്പുഴ വഴിയാണ് പോകുക. കല്ലുരുട്ടി വല്ലപ്പുഴ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയൊരു കയറ്റാണ്. ആ ഒരു കയറ്റം നമുക്ക് ഭാരമുള്ള വണ്ടികൾ കയറില്ല, വലിയ വണ്ടികൾ കയറില്ല, നീളം കൂടുതലുള്ള വണ്ടികൾ തിരിഞ്ഞു വരുമ്പോഴും വളരെ അധികം കുടുങ്ങും. ഈ ഒരു സാഹചര്യത്തിൽ വലിയ വണ്ടികൾ പിന്നെ മാത്രമല്ല നമ്മുടെ ലൈൻ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, വെള്ളം, വെളിച്ചം ഇതെല്ലാം തകരാറാക്കിയിട്ടാണ് വണ്ടികളോട് പിടിക്കുന്നത്. കണക്റ്റുകാർക്ക് കുറെ നാളുകളായി വെള്ളമില്ല, വെളിച്ചമില്ല, ദുരിതത്തിലാണ് കണക്റ്റുകാർ. അപ്പൊ ഈ ഒരു അവസ്ഥ കണ്ടില്ലാന്ന് നടിക്കരുത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കനത്ത മഴയെ തുടർന്ന് ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈലിൽ നിന്ന് ഇറിഗേഷൻ കനാൽ വഴി മേച്ചേരിക്കുന്നിലേക്ക് പോകുന്ന പാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു. ഇതേ തുടർന്ന് സമീപത്തുള്ള കനാൽ റോഡും തകർന്ന നിലയിലാണ്. ഇതേ തുടർന്ന് പ്രദേശത്തെ നിരവധി നിവാസികൾ ആശങ്കയിലാണ്. വളരെ ഉയരമുള്ള റോഡിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് മണ്ണോടുകൂടി ഇറിഗേഷൻ്റെ കനാലിലേക്ക് പതിച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി വീട്ടുകാരാണ് താമസിക്കുന്നത്. കാൽനടയായും മറ്റും വാഹനങ്ങളുമായി ഈ വഴിക്കാണ് ആളുകൾ പോകുന്നത്. അടുത്തിടെ ഇവിടുത്തുകാരനായ ഒരാൾ മരിച്ചതിനെ തുടർന്ന് ആംബുലൻസ് എത്താത്തതിനെ തുടർന്ന് ആളുകൾ മൃതദേഹം ചുമന്നാണ് എത്തിച്ചതെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ടെന്ന് കുഞ്ഞൻ പറഞ്ഞു. സമാന രീതിയിൽ തന്നെയാണ് തൊട്ടടുത്തുള്ള റോഡിൻ്റെയും അവസ്ഥ. റോഡ് തകർന്നതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ചെറിയ തോതിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങളിങ്ങനെ വീടൊക്കെ കനാലിലേക്ക് റോഡൊക്കെ ഇടിഞ്ഞു പോയി. ഞങ്ങൾക്കിപ്പോൾ നടക്കാൻ വഴി മോശമാണ്. ഞങ്ങൾക്ക് രാത്രി വണ്ടി കൊണ്ട് വരാനൊന്നും വരാൻ പോകാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും ഞങ്ങളെ പറ്റിയിട്ടൊന്ന് ഗവനിക്കണം. ഞങ്ങളിതിൽ ഈ 10-15 കുടുംബത്തിലുള്ളതാണ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങളതിനെ കാര്യമായിട്ട് ഇതിൽ എന്തെങ്കിലും കാണിക്കണം. ഞങ്ങൾക്ക് രാത്രി കുട്ടികൾക്കൊക്കെ വണ്ടി കൊണ്ട് വരാനും പോകാനും ഒന്നും സൗകര്യങ്ങളില്ല. ഇതൊക്കെ കനാലിക്ക് ഇടിഞ്ഞു പോയി. അത് കാരണം കൊണ്ട് എന്തെങ്കിലും ചെയ്ത് തരണം. അത് ഇവിടുത്തെ അധികാരികൾ അതൊക്കെ ചെയ്ത് തന്നേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഞങ്ങളാകെ പരിപാടിയിലാണ്. ഞങ്ങൾക്ക് നടക്കാൻ വഴിയില്ല. സമാന രീതിയിൽ ചേലാറ്റിപ്പടിയിൽ വലിയ രീതിയിൽ റോഡ് പൊളിഞ്ഞിരിക്കുന്നതിനെ തുടർന്ന് ഇതുവഴി പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റിയുള്ള വാഹനങ്ങളും മറ്റു വാഹനങ്ങളും പോകുമ്പോൾ ജനങ്ങൾ ആശങ്കയിലാണ്. ഏത് നിമിഷവും ഈ റോഡ് കനാൽ ഇറിഗേഷനിലേക്ക് തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. ഇത് കൂടെ റോഡ് കൂടെ ഭയങ്കര കഷ്ടമാണ്. KCBയുടെ പോസ്റ്റ് ഉണ്ട്, ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. സ്കൂൾ കുട്ടികൾക്കും പോകാൻ ഭയങ്കര കഷ്ടമാണ്, നടക്കാനും ഭയങ്കര കഷ്ടമാണ്. റോഡിൻ്റെ കനാൽ റോഡാണ്. കനാൽ റോഡിൽ എപ്പോഴും ഇടിഞ്ഞു വീഴുമെന്ന് അറിയില്ല. അതുകൊണ്ട് താങ്കൾ നല്ലപോലെ പ്രവർത്തിച്ച് നോക്കണം. ഇതുകൂടാതെ റോഡിൻ്റെ നടുവിൽ തന്നെയാണ് KCBയുടെയും പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് വാഹനങ്ങൾ സൈഡെടുത്ത് പോയതുകൊണ്ടാണ് റോഡ് കൂടുതൽ തകരാൻ കാരണമെന്ന് വീട്ടമ്മയായ സന്ധ്യ പറയുന്നു. നമ്മുടെ അക്ലേറ്റ് റോഡിന് നടുവിലായിട്ടാണ് പോസ്റ്റ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വണ്ടികൾ എടുത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ കനാലിൻ്റെ ഒരു സൈഡ് ആകെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പുല്ല് കാരണം കൊണ്ടാണ് ശരിക്കും നമുക്ക് കാണാൻ കഴിയാത്തത്. റോഡിലൂടെ നിരവധി സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. അവർക്ക് നേരെ പോകാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി ഒരു സൈഡ് ചെരിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അപകടം നമുക്ക് ഇവിടെ ഉണ്ട്.
അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരനായ സുകുമാരൻ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഭാരതത്തിനു വേണ്ടി നിലകൊണ്ടിരുന്ന നേതാവാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പറഞ്ഞു. ഒറ്റപ്പാലത്ത് അടൽജി സ്മൃതി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷമെന്നാൽ ഭരണപക്ഷത്തെക്കാളും ഉത്തരവാദിത്തമുണ്ടെന്ന് അടൽജി തെളിയിച്ചു. പൊക്രാൻ അണുവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ ലോകരാഷ്ട്രങ്ങളുടെ ഉപരോധത്തെ നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അത് ഏറെ ശ്രദ്ധേയമായെന്നും P. വേണുഗോപാൽ തുടർന്ന് സംസാരിക്കവേ പറഞ്ഞു. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോഴാണ് പൊഖ്രാനിൽ രണ്ടാമതും അണുവിസ്ഫോടനം നടത്തി. അന്ന് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ നമ്മുടെ നേരെ ഉപരോധം കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകൾ പറഞ്ഞു ഇനിയിപ്പോൾ പട്ടിണി കിടന്ന് ചാവ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് എങ്ങനെയാണ് ജനങ്ങളെ ആ ഉപരോധത്തെ നേരിടാൻ തയ്യാറാക്കിയത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അദ്ദേഹം എന്താ പറയുക, ഒരു വിശാല ഹൃദയനായുള്ള കവിയായ രാഷ്ട്രതന്ത്രജ്ഞനായ അതിനേക്കാളൊക്കെ ഉപരി ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതാവ്. അദ്ദേഹത്തിന് പിന്നെ സ്മൃതി ദിനം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായുള്ള കാര്യങ്ങൾ ഓർക്കണം. പലപ്പോഴും ഇന്ത്യയുടെ പാർലമെന്റിൽ നമുക്ക് 2 MP-മാർ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടം, അതേപോലെ തന്നെ വളരെ കുറച്ച് MP-മാരുള്ള കാലഘട്ടമുണ്ട്. ആ സമയത്തൊക്കെ നമ്മളെ കളിയാക്കുമായിരുന്നു. നമുക്ക് 2 BJP-ക്ക് 2 ആണുള്ളത്, കാളയ്ക്ക് കൊമ്പ് 2, BJP-ക്ക് MP 2 എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ആ കളിയിലൊക്കെ അദ്ദേഹം തിരിച്ചു പറഞ്ഞിരുന്നത് ഞങ്ങൾ അതിശക്തമായി തിരിച്ചു വരും. ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ച അടൽജി സ്മൃതിദിന പരിപാടിയിൽ BJP പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി, സോഷ്യൽ മീഡിയ ജില്ലാ കൺവീനർ രാജേഷ് വെള്ളോത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ A. സ്വരൂപ്, KP കൃഷ്ണകുമാർ, സജിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3ആയി. ശനിയാഴ്ച രാവിലെ കുനമുച്ചി സ്വദേശി കുത്തൂർ വീട്ടിൽ 59 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടായ അപകടത്തിൽ സംഭവസ്ഥലത്ത് വെച്ച് 2 പേർ മരിച്ചിരുന്നു. ശനിയാഴ്ച രാവിലെ 7:30യോടെയാണ് മരണം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആന്റണി. ആന്റണിയുടെ ഭാര്യ പുഷ്പ, കണ്ണൂർ സ്വദേശി 86 വയസ്സുള്ള കുഞ്ഞിരാമൻ എന്നിവർ അപകടം ദിവസം തന്നെ മരിച്ചിരുന്നു. ആംബുലൻസിൽ രോഗിക്കൊപ്പം ഉണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സ് ആലുവ സ്വദേശി വിപിൻ, ആംബുലൻസ് ഡ്രൈവർ കളമശ്ശേരി സ്വദേശി അനീഷ്, രോഗിയുടെ ബന്ധുക്കളായ കണ്ണൂർ സ്വദേശി 53 വയസ്സുള്ള വിനോദ്, കണ്ണൂർ ചെറുകുന്ന് സ്വദേശി 57 വയസ്സുള്ള ചന്ദ്രൻ എന്നിവർ പരിക്കുകളുടെ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു വാഹനാപകടമുണ്ടായത്. തൃശ്ശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസിൽ തെറ്റായ ദിശയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ ആംബുലൻസ് മറിഞ്ഞു. കാറിൻ്റെ മുൻവശവും പൂർണ്ണമായി തകർന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എറണാകുളം കിൻഡർ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളി കരിങ്കുളത്ത് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷി സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രിയുടെ മറവിലാണ് സംഭവം. കോട്ടായി പോലീസിലും പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലും ഡ്രൈവർമാർ പരാതി നൽകി. കരിങ്കുളം സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ സംഘടിച്ച് തൊഴിലിനിടയ്ക്ക് കിട്ടുന്ന ഒഴിവു സമയം ചെറിയ വരുമാനം പ്രതീക്ഷിച്ചും വർഷങ്ങളായി സ്ഥലം പാട്ടത്തിനടുത്ത് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ 300 മുന്തിയ തരം ചെണ്ടുമല്ലികൾ കൊണ്ടുവന്ന് കൃഷി ഇറക്കിയതാണ്. ചെടികളെല്ലാം പൂത്തുലഞ്ഞ് മനോഹരമായ പൂക്കൾ വിരിഞ്ഞത് ഡ്രൈവർമാരായ കർഷകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഓണത്തിന് വിളവെടുക്കാമെന്ന പ്രതീക്ഷയിലിരിക്കെ എല്ലാ പ്രതീക്ഷകളെയും തട്ടിയെറിഞ്ഞ് സാമൂഹ്യവിരുദ്ധരെ വിളയാട്ടത്തെ തുടർന്ന് ചെടികളുടെ ചുവടെ വെട്ടിയിട്ട നിലയിലാണ്. ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത തങ്ങളോടെന്തിനീ ക്രൂരത എന്നാണ് ഡ്രൈവർമാരായ മനോഹരൻ, പ്രകാശൻ, വിജയ്, സതീഷ്, നന്ദു, സുന്ദരൻ എന്നിവർ ചോദിക്കുന്നത്. ഈ രാത്രി ഇവിടെ വന്ന് ചെയ്യണമെങ്കിൽ തന്നെ അതിനൊരു കഷ്ടപ്പാടാണെന്ന്, ഈ ചളി കൂടെ വന്ന് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു സംശയം. വെള്ളം കൊടുത്തിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു 300 കൂടുതൽ ചെടി ഞങ്ങൾ നട്ടിട്ടുണ്ട്. അതിൽ പൂവായത് ഒരു 10-250 എണ്ണം പൂവായതുണ്ട്. പൂവാവാനുള്ളതൊരു 10-200 ഉണ്ട്. അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടമാണ്. ഒരു ചെടി 8 രൂപ പറഞ്ഞാൽ ഇതുവരെ ആക്കാൻ വേണ്ടിയിട്ട് 10-3000 ഉൾപ്പെടെ വളം, ഒരു പണിക്കൂലി 10-3000 ഉൾപ്പെടെ പണിക്കൂലി, എല്ലാം കൂടി ഒരു 10 റുപ്യേൻ്റെ അടുത്ത്, 10 റുപ്യേൻ്റെ മേലെ ചിലവ് വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ
നാളെ ഇതിൽ അപ്പുറവും ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ഒരു ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ രാവിലെ 6 മണിക്ക് ഓട്ടോറിക്ഷ ആരെങ്കിലും ഓട്ടം വിളിക്കുന്നതിന് മുന്നേ 6 മണിക്ക് വന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്യണത്. പൂക്കൾ നിലംപരിശായി കിടക്കുന്നത് കാഴ്ചക്കാരെ പോലും മനസ്സിലലിയിപ്പിക്കും. ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുകയും കൃഷി നശിപ്പിച്ചതിൻ്റെ നഷ്ടപരിഹാരം ഈടാക്കി ഓട്ടോ ഡ്രൈവർമാർക്ക് നൽകണമെന്നും പഞ്ചായത്ത് അംഗം ER രാമദാസ് ആവശ്യപ്പെട്ടു. കൃഷി നശിപ്പിച്ചവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർമാർ കോട്ടായി പോലീസിലും പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്തിലും പരാതി നൽകി. ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇവിടെ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയൊക്കെ നടത്തിയത്. അപ്പോൾ അത് ഇന്നലെ സാമൂഹ്യ വിരുദ്ധർ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വളർത്തിയ ഓണത്തിന് വളർത്തിയ പൂക്കൃഷിനെ വളരെ മോശമായ രീതിയിൽ അതിനെ മുഴുവൻ വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അത് അതിൻ്റെ നടപടികൾ കൃത്യമായി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി DYFI ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി കോതകുർശിയിൽ സമരസംഗമം സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി സ്വാതന്ത്ര്യദിനത്തിലാണ് DYFI ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി സമരസംഗമം സംഘടിപ്പിച്ചത്. കോതകുർശിയിലായിരുന്നു സമരസംഗമം. ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നോക്കൂ, ആ തെരുവുകളിൽ വെന്തുമരിച്ച മനുഷ്യന്റെ പച്ചമാംസത്തിന്റെ ദുർഗന്ധം പേറുന്നവനാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് അന്നും ഇന്നും എന്നും ഒട്ടും ശങ്കയില്ലാതെ RSSന് മുന്നിൽ മുട്ടുമറക്കാതെ പറയുന്നവർ ഈ രാജ്യത്ത് DYFI ആണ്. അതുകൊണ്ട് തന്നെയാണ് DYFIയുടെ ചെന്നൈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി അന്ന് അവിടെ പ്രസംഗിച്ചത്. നോക്കൂ, ഗുജറാത്തിന്റെ തെരുവുകളിൽ കൗസർ ബാനുവിന്റെ നമുക്കറിയാം നിറഗർഭിണിയുടെ അടിവയറ്റിലേക്ക് തൃശൂലം കുത്തി ഇറക്കി ഭ്രൂണത്തെ നോക്കൂ തൃശൂലത്തിൽ കുരുത്ത് തീയിലേക്കിട്ട് പച്ചയ്ക്ക് കത്തിച്ച നൃശംസതയെ നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ചാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷ് ഗുജറാത്ത് കലാപാനന്തരം പിന്നീട് ഒരിക്കൽ ഗുജറാത്ത് സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ പിന്നീട് എഴുതിയ വാക്ക് എന്ന് പറയുന്ന ഒരു കവി. ബ്ലോക്ക് പ്രസിഡന്റ് K രാഹുൽദാസ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C അബ്ദുൽ ഖാദർ, K ഗംഗാധരൻ, അനങ്ങനടി ലോക്കൽ സെക്രട്ടറി CP ശശി, ശലീഷ ശങ്കർ, U ശ്രീജിത്ത്, അർച്ചന, K മണികണ്ഠൻ, അസൈനർ ബാവ, മുഹമ്മദ് ഹാരിസ്, EK നിഷാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വോട്ട് കള്ളന്മാരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക, സ്വാതന്ത്ര്യം ജന്മാവകാശമാണ് എന്ന സന്ദേശവുമായി SDPI ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ചെറുപ്പളശ്ശേരിയിൽ ആസാദി സ്ക്വയർ പരിപാടി സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം സ്വാതന്ത്ര്യദിനത്തിലായിരുന്നു പരിപാടി. SDPI ആറന്മുള മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഷിദ് ചെങ്ങന്നൂർ ഉദ്ഘാടനം ചെയ്തു. വോട്ട് കള്ളന്മാരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക, സ്വാതന്ത്ര്യം ജന്മാവകാശമാണ് എന്ന സന്ദേശമുയർത്തി SDPI സംസ്ഥാന കമ്മിറ്റി ക്യാമ്പയിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിലാണ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ചെറുപ്പളശ്ശേരിയിൽ ആസാദി സ്ക്വയർ സംഘടിപ്പിച്ചത്. SDPI ആറന്മുള മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഷിദ് ചെങ്ങന്നൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതേതെങ്കിലും RSSന്റെ ശാഖാ മീറ്റിംഗില് RSS ആരും കേൾക്കാതെ ചെവിയിൽ നിന്ന് വായിലേക്ക്, വായിൽ നിന്ന് ചെവിയിലേക്ക് രഹസ്യമായി പറഞ്ഞതല്ല, മറിച്ച് അവരുടെ ബെഞ്ച് ഓഫ് തോട്ട് എന്ന RSSന്റെ ബൈബിളായ RSSന്റെ വേദഗ്രന്ഥമായ ബെഞ്ച് ഓഫ് തോട്ടിൽ പരസ്യമായി എഴുതിയിട്ട് ഇതാണ് ഞങ്ങളുടെ ആപ്തവാക്യം, ഇതാണ് ഞങ്ങളുടെ ആപ്തവാക്യം എന്ന RSSന്റെ നേതാക്കന്മാര് 1000 വട്ടം അണമുറിയാതെ പറയുന്ന ഈ പ്രത്യശാസ്ത്രത്തിന് വേണ്ടിയാണ്, ഈ ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്ത് ഇന്ന് RSS പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ RSSനെ കുറിച്ചാണ് ശ്രീമാൻ നരേന്ദ്രമോദി പുകഴ്ത്തിപ്പാടി വാഴ്ത്തിപ്പാടി ഈ രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ ആശംസകൾ അർപ്പിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗവും ഷൊർണൂർ മുനിസിപ്പൽ കൗൺസിലുമായ TM മുസ്തഫ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കൊളപ്പള്ളി അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി റഹീം വീട്ടിക്കാട്, ഹംസാദൂദ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ ബ്രാഞ്ച്, പഞ്ചായത്ത് തലങ്ങളിൽ പതാക ഉയർത്തലും മധുര വിതരണവും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ SDPI സംസ്ഥാനമൊട്ടാകെ ആസാദി സ്ക്വയർ നടത്തിവരാറുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സ്വാതന്ത്ര്യദിനത്തിൽ SDPI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലിക്കൃഷിയിൽ ആസാദി സ്ക്വയർ സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വോട്ട് കള്ളന്മാരിൽ നിന്നും ജനാധിപത്യം വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി SDPI ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നെല്ലിക്കുറിശി സെന്ററിൽ ആസാദി സ്ക്വയർ സംഘടിപ്പിച്ചത്. SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ
ഉദ്ഘാടനം ചെയ്തു. വിദ്യ നിഷേധിക്കപ്പെട്ടിരുന്നവരുടെ വിദ്യ കേട്ടവർ ഈയമൊരുക്കിയടിക്കപ്പെട്ട കാതുകളുമായി അവൻ രാജ്യത്ത് തൃശൂലങ്ങൾ കുത്തിയിറക്കപ്പെട്ട നെഞ്ചുമായി പിടഞ്ഞു മരിച്ച 10,000ങ്ങളുടെ മുകളിലാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തിയതിനു ശേഷം ഇന്ത്യ മഹത്തായ ഭരണഘടനയിലേക്ക് വരുന്നത്. ഇപ്പൊ ചെല്ലു പറയുന്നുണ്ട് ഭരണഘടനയൊക്കെ ഡോക്ടർ അംബേദ്കറെ നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ നവംബർ മാസം 25-ന് ഈ രാജ്യത്തെ ഭരണഘടനയുടെ 75ാം വാർഷികമാവും. RSSനെ ന്യായീകരിച്ച പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം സംഘപരിവാർ അഴിഞ്ഞാട്ടത്തിന് കളമൊരുക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് മാനു കല്ലടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പട്ടാമ്പി, മണ്ഡലം വൈസ് പ്രസിഡന്റ് സെയ്തലവി നാട്ടുകൽ, മണ്ഡലം സെക്രട്ടറി അഷ്റഫ് കുന്നുംപുറം, M ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ പ്രതിജ്ഞ ചൊല്ലലുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര കാളികാവ് റോഡിൽ വെൽഫെയർ പാർട്ടി സ്ഥാപിച്ച ബസ് വെയിറ്റിംഗ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ചേറ്റൂർ സുന്ദരേശ്വരൻ നായർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. മങ്കര കാളികാവ് റോഡിൽ കാളികാവ് ഗേറ്റിന് സമീപത്താണ് വെൽഫെയർ പാർട്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചത്. റിട്ടയർഡ് CRPF സുബേദാർ മേജർ ചേറ്റൂർ സുന്ദരേശ്വരൻ നായർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശംസുദ്ദീൻ മാങ്കുർശി അധ്യക്ഷനായി. K ദേവൻ, KM സാദിഖ്, CS അബ്ദുൽ അസീസ്, KP മനോജ്, പരിസ്ഥിതി പ്രവർത്തകരായ രവി കല്ലൂർ, രതീഷ് അരങ്ങാട്ട്, KK റഹ്മാൻ എന്നിവർ സംസാരിച്ചു. പല പ്രാവശ്യം ബസ് സ്റ്റോപ്പിൻ്റെ ആവശ്യമുള്ളത് പല പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ കാണാൻ പല ആളുകൾ കിട്ടുന്നത് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉമ്മറിൻ്റെ മകൻ അവന് ജോലി കിട്ടി ആർമിയിൽ. അപ്പോൾ അവൻ്റെ ആദ്യ ശമ്പളം ജോലി കിട്ടിയ സന്തോഷത്തിൽ അതിൻ്റെ ഒരു പൈസ കൊണ്ടാണ് നമ്മൾ ഈ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. കല്ലൂർ സ്വദേശിയായ കുന്നത്ത് ഉമ്മറാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാവശ്യമായ സഹായധനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പെൺകുട്ടികളുടെ അരങ്ങേറ്റ കഥകളി ആസ്വാദക മനസ്സിൽ ഇടം നേടി. നിരവധി പേർ കഥകളി കാണാനെത്തിയിരുന്നു. ചടങ്ങ് രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികളുടെ അരങ്ങേറ്റ കഥകളി ആസ്വാദക മനസ്സിൽ ഇടം നേടി. വടക്കൻ വിഭാഗം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 പെൺകുട്ടികളും ഇവരോടൊപ്പം തന്നെ ഒരു ആൺകുട്ടിയും അരങ്ങേറ്റം കുറിച്ചു. കൂടാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്ദളം വിഭാഗത്തിലെ 4 ആൺകുട്ടികളും അരങ്ങേറ്റം കുറിച്ചു. കുട്ടികളുടെ അരങ്ങേറ്റം കാണാനായി നിരവധി പേർ എത്തിയിരുന്നു. നേരത്തെ ചടങ്ങ് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കഥകളി വടക്കൻ വിഭാഗത്തിലെയും മദ്ദള വിഭാഗത്തിലെയും അധ്യാപകരും മറ്റു വിദ്യാർത്ഥികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മനിശ്ശേരി കിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പ്രത്യക്ഷ മഹാഗണപതി ഹോമം ആനയൂട്ട് ഭക്തിസാന്ദ്രം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടു മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മനിശ്ശേരി ശ്രീ കിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. രാവിലെ 6 മണിക്ക് പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ ആനയൂട്ടും ആരംഭിച്ചു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടുമനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം നൽകി. വിശേഷാൽ ചടങ്ങുകളിലും അന്നദാനത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര 7ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി, പ്രിയദർശിനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ, ഒറ്റപ്പാലം ഐ കെയർ ആശുപത്രി എന്നിവ സംയുക്തമായി സൗജന്യ കണ്ണ് പരിശോധന ക്യാമ്പ് നടത്തി. മങ്കര കോട്ടയിലായിരുന്നു ക്യാമ്പ്. മങ്കര 7ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി, പ്രിയദർശിനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ, ഒറ്റപ്പാലം ഐ കെയർ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു മങ്കര കോട്ടയിൽ സൗജന്യ കണ്ണ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ ഉദ്ഘാടനം ചെയ്തു. നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് മൊബൈലിലേക്ക് ചുരുങ്ങിയിരിക്കുക. സ്ക്രീൻ ഒരു 10 അടി ദൂരത്ത് സ്ക്രീനായിരുന്നെങ്കിൽ, TV-യുടെ സ്ക്രീനായിരുന്നെങ്കിൽ, ഇന്ന് കണ്ണിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, ഈ പറയുന്ന ഞാനടക്കം, കുട്ടികളടക്കം
ഒരു 5 വയസ്സായ 4 വയസ്സായ കുട്ടി മുതൽ 90 വയസ്സായ മുത്തശ്ശിമാർ വരെയും മുത്തശ്ശന്മാർ വരെയും യുവാക്കൾ വരെയും എല്ലാവരും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എല്ലാവരും ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ണുമായി നേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ക്യാമ്പിന് എന്തുകൊണ്ടും വളരെ പ്രാധാന്യമുണ്ട്. ഇനി ഇതുപോലുള്ള ക്യാമ്പുകൾ ഓരോ വാർഡുകളിലും നടത്തേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉണ്ണിക്കോട്ടയിൽ അധ്യക്ഷനായി. കെ എൻ മാധവൻ, സതീഷ് പൂഴിക്കുന്ന്, സുരാജ് കോട്ടയിൽ, എ പി ഗീത എന്നിവർ സംസാരിച്ചു. 100ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മംഗല മുണ്ടേക്കാവിൽ കർക്കിടക മാസത്തിൽ നടന്നുവരുന്ന രാമായണ പാരായണത്തിന്റെ സമാപനവും സമർപ്പണവും ശനിയാഴ്ച നടന്നു. ക്ഷേത്രം മേൽശാന്തി സുരേഷിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. മംഗല മുണ്ടേക്കാവിൽ കർക്കിടക മാസത്തിൽ നടന്നുവരുന്ന രാമായണ പാരായണത്തിന്റെ സമാപനവും സമർപ്പണവും നടന്നു. ശ്യാം സുന്ദർ നഗരിപ്പുറമാണ് ക്ഷേത്രത്തിൽ 31 ദിവസം രാമായണ പാരായണം നടത്തിയത്. രാമേന്ദ്രൻ ചേരിങ്കൽ ശനിയാഴ്ചത്തെ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി. ഈ വർഷം കുറച്ചിങ്ങനെ തരികളിലൂടെ ഓടിച്ചപ്പോ കഥാസാരം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും രാമകഥ അറിയുന്നത് തന്നെയായിരിക്കും, വായിക്കാനും എളുപ്പമുണ്ടാവും അല്ലേ? ഇപ്പൊ വായിച്ചു ഒപ്പം ഇരുന്നപ്പോ കുറെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. അതുപോലെ ഇനിയും പ്രേക്ഷകർ ഇതുപോലെ ധാരാളം ഉണ്ടാവണം. ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി അതന്നെയാണ് എന്നുള്ളത് നമ്മൾ കരുതിക്കൊണ്ട് ക്ഷേത്രത്തിൽ ഉച്ചപൂജയും ഉണ്ടായിരുന്നു. ക്ഷേത്ര മേൽശാന്തി സുരേഷ് പൂജകൾക്ക് നേതൃത്വം നൽകി. പാരായണത്തിന് ശേഷം ക്ഷേത്രത്തിനു വേണ്ടി പാരായണം നടത്തിയ ശ്യാം സുന്ദറിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ക്ഷേത്രം മേൽശാന്തി സുരേഷ്, എം എ മോഹൻ, രാധാകൃഷ്ണൻ കല്ലിങ്ങൽ, അർജുൻ കല്ലിങ്ങൽ, മോഹൻദാസ് വരദം, വത്സല, സുരേഷ് ബാബു, രാമേന്ദ്രൻ ചേരിങ്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തേനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന രാമായണ മാസാചരണ പരിപാടികൾ സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച സംഗീത സമന്വയ ഭജന ഭക്തിസന്ധരമായി. തേനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന രാമായണ മാസാചരണ പരിപാടികൾ സമാപിച്ചു. സമാപന പരിപാടികളുടെ ഭാഗമായി പാലക്കാട് സൗപർണികാമൃത ഭജനാമൃജൻ അവതരിപ്പിച്ച സംഗീത സമന്വയ ഭജന ഭക്തിസാന്ദ്രമായി. ഗംഗണപതയേ നമോ നമഃ, 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 ഗംഗണപതയേ നമോ നമഃ. ഗുരുഗുഹ സോദര ഗണനാഥ നദജനപാലക സുരവന്ദ്യ, ഗുരുഗുഹ സോദര ഗണനാഥ നദജനപാലന സുരവന്ദ്യ. വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക പൂജകളും രാമായണ പാരായണവും ശ്രീരാമ പട്ടാഭിഷേകവും നടന്നിരുന്നു. ക്ഷേത്രം മേൽശാന്തി ഞാറങ്ങോട്ട് മഠൻ രാമേന്ദ്രൻ കാർമ്മികത്വം നൽകി. കളരിക്കൽ സുജീഷ്, ഒറങ്ങുളങ്ങര സുദേവൻ എന്നിവർ ആചാര്യന്മാരായി. ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാമജപവും നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റൊലി. ഒരിക്കൽ കൂടി കർഷക ദിനം വന്നെത്തി. പൊതുവെ പലയിടത്തും കർഷകർ പ്രതിസന്ധിയിലാണെന്ന ആക്ഷേപമാണ് ഉയർന്നുവരുന്നത്. ഉൽപാദന ബോണസ്, ഉഴവുകൂലി, രാസവള സബ്സിഡി ലഭിക്കാത്തത് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളാണ് കർഷകർ പ്രതിസന്ധിയിലാകാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റൊലിയിലേക്ക്. വെള്ളത്തോർനാഗർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട കർഷകനാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം 4 ഏക്കർ ഇവിടെ നെല്ല് പണിച്ചു. അതിൽ ഭൂരിഭാഗം പന്നി നശിപ്പിച്ചു. അപ്പോൾ പഞ്ചായത്ത് അധികൃതരെ കുറിച്ച് കാണിച്ചു. അതിന് യാതൊരു നടപടി ഉണ്ടായില്ല. ഇൻഷുറൻസ് അവർ പറഞ്ഞ് ഒരു ഏക്കർക്ക് 14,000 രൂപ ഇട്ടുള്ളൂ. അതിന് ഈ വിളവ് വരെ കൊയ്യാറാകുമ്പോഴേക്കും ഒരു 10,40,000 രൂപേൻ്റെ ചിലവ് വരും. ഇവരാകെ 14,000 രൂപ. അങ്ങനെ എല്ലാ കർഷകരും ഈ വാർഡിൽ ഒരുവിധം ഒക്കെ മറ്റേ നെൽകൃഷി നശിപ്പിച്ചു പന്നി. എന്നിട്ട് ഈ പ്രാവശ്യം ഇപ്പോൾ ഇവിടുത്തെ കൃഷി ഇറക്കുന്നില്ല എന്നപ്പോൾ ഭൂരിപക്ഷം കർഷകരും ഇവിടെ പറയുന്നത്. എന്താ വെച്ചാൽ അതിനൊരു സത്വര നടപടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥന. നാളെ കേരളത്തിൽ ചിങ്ങം പൊണ്ണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ഒരു വേളയിൽ കർഷകരുടെ ദുരിതം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കാർഷിക വിളകൾക്ക് കാര്യമായ സാമ്പത്തിക സഹായം കിട്ടുന്നില്ല.
അവർക്ക് അതിനുള്ള ഗ്രാൻഡ് കിട്ടുന്നില്ല. ഇനി അഥവാ കൃഷി ഉൽപ്പാദിപ്പിച്ചാൽ തന്നെ പന്നികളുടെ ശല്യം, മയില് ശല്യം, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് കർഷകർ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് അവർക്ക് കൃഷിയെ സംരക്ഷിക്കാൻ, കാർഷിക വിളകളെ സംരക്ഷിക്കാൻ, കർഷകരെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നൊക്കെ സത്വരമായ നടപടികൾ ഈ ചിങ്ങം പിറക്കുന്ന ഘട്ടത്തിലെങ്കിലും ഉണ്ടാവണമെന്നാണ് വിനീതമായൊരു അപേക്ഷ. നാളെ കർഷക ദിനത്തിൻ്റെ ഭാഗമായിട്ട് കർഷകർ നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ കർഷകർക്ക് അതിന് വേണ്ട ആനുകൂല്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അവർക്ക് ആവശ്യമായ ധനസഹായങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ പുറകോട്ടാണ്. കൂടാതെ മയിലിൻ്റെയും പന്നിയുടെയൊക്കെ ശല്യം കാരണം അവരുടെ കാർഷിക വിളകൾക്ക് വളരെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കൃഷിഭൂമിയിൽ കൃഷി ഇറക്കാൻ താല്പര്യപ്പെടുന്നില്ല. വേണ്ടത്ര വിളവുകളും അവർക്ക് ആവശ്യമായ ധനസഹായങ്ങളൊന്നും കൊടുക്കാത്ത കാരണം കാർഷിക വൃത്തിയോട് സമൂഹത്തിന് വിമുഖത വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള സ്ഥിതി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കർഷകർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നോവുന്ന ഓർമ്മകളിൽ ഉറ്റവരുടെ സ്മരണ പുതുക്കി നാട്. കൂറാഞ്ചേരി മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായവരുടെ ഓർമ്മയ്ക്കായി നിലവിളക്കുകൾ തെളിയിച്ച് ഉറ്റവരെ അനുസ്മരിച്ചു. 2018 ഓഗസ്റ്റ് 16 ദുരന്തത്തിൽ കവർന്നെടുത്തത് 19 ജീവനുകൾ. ഉറ്റവരെ ഓർത്ത് പ്രണാമം അർപ്പിക്കാനെത്തിയത് ജനപ്രതിനിധികളടക്കം നിരവധി പേർ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിൽ നിന്നും ആരംഭിക്കണമെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ലഹരി പദാർത്ഥങ്ങളുടെ ഉറവിടം കണ്ടെത്താതെ മദ്യം വീട്ടിൽ എത്തിച്ചു നൽകാൻ തിടുക്കം കാട്ടുന്ന സർക്കാരിന്റെ നീക്കത്തിനെതിരെ പോരാട്ടം ശക്തമാക്കണമെന്നും എ തങ്കപ്പൻ. KPCC ആഹ്വാനപ്രകാരം ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യവുമായി മണ്ഡലം തലങ്ങളിൽ കുടുംബസംഗമങ്ങൾ സംഘടിപ്പിച്ച കോൺഗ്രസ്. ഓഗസ്റ്റ് 15 മുതൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് ആരംഭിച്ച അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യവുമായി പാലക്കാട്ട് അനുഭാവ സത്യാഗ്രഹം. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിരക്ഷയെങ്കിലും മനുഷ്യർക്ക് നൽകണമെന്ന് ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മുതലാംതോട് മണി. രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും ആവശ്യം. ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്ത് നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ചിങ്ങം 1 കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ നിന്ന് തുടക്കമാകും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ കോട്ടായി ചെമ്പൈ ഗ്രാമത്തിന് പുറമെ വിവിധ കേന്ദ്രങ്ങളിൽ. ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകാൻ ചെമ്പൈ ഗ്രാമം ഒരുങ്ങി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെ മരണപ്പെട്ടത് കൂനമുച്ചി സ്വദേശി ആന്റണി. അപകടത്തിൽപ്പെട്ട 4 പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ. കണയം വല്ലപ്പുഴ പാതയിൽ മണ്ണാരമ്പാറ കല്ലുരുട്ടി പ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു. ശനിയാഴ്ച രാവിലെ തീർത്ഥാടകരുടെ ബസ് കുടുങ്ങിക്കിടന്നത് 4.5 മണിക്കൂറോളം. 2 ദിവസം മുൻപ് ഭാരം കയറ്റിയ ലോറി കുടുങ്ങി കുടിവെള്ള പൈപ്പ് പൊട്ടി പ്രതിസന്ധിയിലായി. പാതയിലെ യാത്രാക്ലേശത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം ശക്തം. ചെറുതുരുത്തി പൈങ്കുളം പാതയിലെ ഇറിഗേഷൻ കനാൽ വഴി മേച്ചേരി കുന്നിലേക്ക് പോകുന്ന റോഡിന്റെ വശം ഇടിഞ്ഞതിനെ തുടർന്ന് ജനം ആശങ്കയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.